ഇതിലൊരു പരാതി ഒന്നുമില്ല. അതിനുശേഷം അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ ക്രൂരമായ അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, പല രീതിയിലുള്ള കമന്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത് സാറിന്റെ നിലപാട് എന്താണ്? ഞാൻ അറിയുന്ന ഒരു ഉണ്ണിയുണ്ട്. ഞങ്ങൾ തമ്മിൽ ആദ്യം ഇന്ന് മലയാള സിനിമയിൽ ഉണ്ണിമൂന്തൻ ഉണ്ടെങ്കിൽ 10-21 വർഷം മുന്നേ 21,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് സിനിമയ്ക്ക് സൈൻ ചെയ്ത വ്യക്തിയാണ് ഈ മേജർ രവി. അന്ന് നിങ്ങൾ ഈ ഉണ്ണിമൂന്തനെ അറിയുപോലുമില്ല. മാടക്കൊല്ലി എന്നുള്ളൊരു സിനിമ ചെയ്യേണ്ടതായിരുന്നു. അതിനുശേഷം പിന്നെ അത് നടന്നില്ല, അത് പോയി. അതിനുശേഷം പലയിടത്തും ഉണ്ണിമൂന്തൻ മേജർ രവി എടുത്തിട്ട് ഇടിച്ചു മുക്കി എന്നൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങളെല്ലാം പബ്ലിഷ് ചെയ്ത് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തിട്ട് ചാടരുത്. ഇന്നലെ ഉണ്ണിയുടെ പ്രശ്നം എന്താണ്? ഉണ്ണി ഇടിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇടിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അതിന് എന്താ കാരണം എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയുന്നില്ല. അപ്പം അത് വിട്. കാരണം ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം എൻ്റെ വീടിനടുത്താണ് ആ ഒരു സ്ത്രീ ആ 4 വയസ്സുള്ള പെഞ്ചു കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് നദിയിലെറിഞ്ഞു. നമ്മൾ ആദ്യം എന്താ പറയുക? ഒരു തള്ളയായിട്ട് ചെയ്ത ഇങ്ങനെയുള്ള ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യും. പിന്നീട് നിങ്ങൾ ചോദിക്കുമ്പോഴും അന്വേഷിക്കുമ്പോഴല്ലേ അറിഞ്ഞത് എന്താണതെന്നത്. ഒരമ്മയുടെ ആ ഒരു കുട്ടീനെ ഇതുപോലെ ഒരുത്തൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് പിന്നെ ഈ അമ്മ ആലോചിക്കാതെ എന്തിനാണ് ഈ കുട്ടി ജീവിച്ചിരിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെല്ലാവരും കൂടെ അമ്മേനെയും കുറ്റം പറയും. അതിൻ്റെ കാരണം എന്താണ്? അത് ഭർത്താവിൻ്റെ അനിയനാണ്, ഇങ്ങനെല്ലാം പിന്നീടാണ് വരുന്നത്. അതുപോലെ ഉണ്ണിമൂന്നിൻ്റെ വെയിറ്റ് ചെയ്യും. ഏതാ കറക്റ്റ്? ഭയങ്കര ടെക്നിക്കാണ് കണ്ണാടി മാത്രം പൊട്ടിക്കുന്നത്. അതൊരു സംഭവം. ഉണ്ണിയെടുത്ത് അത് പഠിക്കണില്ല. കണ്ണാടി ധരിച്ചുകൊണ്ടാണ് വന്നത്. കണ്ണാടി ഊരാൻ പറഞ്ഞു. അതായത് അദ്ദേഹം ചെയ്ത തെറ്റുകൊണ്ട് അദ്ദേഹം മുഖത്ത് നോക്കി സംസാരിച്ചില്ല. പെട്ടെന്നുള്ള പ്രോജക്റ്റ് അതായത് കണ്ണാടി ഊരി അത് പൊട്ടിച്ചു. അത് വാസ്തവമാണ്. പക്ഷെ അദ്ദേഹത്തെ ദേഹോദരവം ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം 6 വർഷമായി അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. പക്ഷെ പല സിറ്റികളിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും ഒരു നടി അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടോ അത് രമ്യതയിലാക്കിയത് ഉണ്ണിമൂന്നനാണെന്നും പറയുന്നു. ഞാൻ ഇന്ന് കാലത്ത് ഞാൻ ഉണ്ണിയെ വിളിച്ചിരുന്നു. അവൻ ഫോൺ എടുത്തിട്ടില്ല. അവനറിയാൻ ഞാൻ വിളിച്ചെന്താണ് സംസാരിക്കാറില്ല. അപ്പോൾ അവൻ വിളിച്ചിട്ടില്ല. ഉണ്ണിമൂന്ന കണ്ണാടി മാത്രമേ പൊട്ടിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അത് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അപ്പൊ ഒരു കാര്യം ഞാൻ ഉണ്ണി കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മമ്മൂക്ക തന്നൊരു കണ്ണാടി ഉണ്ട് മിഷൻ ആൻറ്റി കഴിഞ്ഞപ്പോൾ. ഞാനത് ഇട്ട് വരുമ്പോൾ പറയാം, നീ അതൊന്നും പൊട്ടിക്കല്ല. അല്ലല്ല, ആ കണ്ണാടിയോടുള്ള വിദ്വേഷം കൊണ്ടാണെന്നോ? വിപിൻ അണിഞ്ഞത് കറക്റ്റ്. അത്ര അപ്പൊ അതുപോലെ ഉണ്ണിമൂന്തനെ ഇപ്പൊ തെറി വിളിച്ചോ ഇല്ലെന്നുള്ളത് നമുക്കറിയില്ല, അല്ലെങ്കിൽ എന്താ സംഭവിച്ചതെന്നുള്ളത്. ഉണ്ണി പറഞ്ഞല്ലോ ഞാൻ അടിച്ചിട്ടില്ല. കാരണം ചാർജ് ഷീറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ അടിച്ചോന്ന് പറയാൻ പറ്റില്ല. അത് പിന്നെ എന്തെന്നാലും ശരി കോടതിയിലത് നമ്മളത് സ്ഥിരീകരിക്കണം. അപ്പം അതുകൊണ്ട് ഉണ്ണിമൂന്നും പറഞ്ഞു അടിച്ചില്ലെങ്കിൽ അടിച്ചില്ല, നമ്മളത് വിശ്വസിച്ചിരിക്കും. നിലപാട് ഇത്രയേ ഉള്ളൂ. ഉണ്ണി എന്ത് പറഞ്ഞു അതങ്ങനെ. ഈ വിപിൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഇല്ല ചേട്ടാ എന്നെ അടിച്ചു. അടിച്ചു നീ എനിക്കിട്ടേ അങ്ങനെ ബിബിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. അതാ ഞാൻ പറയാൻ ഞാൻ ചോദിക്കണല്ലോ രണ്ടുപേരും. കറക്റ്റ്. പക്ഷെ അത് പിന്നെ കോടതി തെളിയിപ്പിച്ചു, വക്കീൽമാരുണ്ട് അവിടെ, എല്ലാം തെളിയും. ഞാൻ പറഞ്ഞുതരാം. ഇത് ഷൈനാണെങ്കിൽ നടന്നിരിക്കുന്നത് എന്തുകൊണ്ട് ഉണ്ണി അത് ചെയ്തു. അപ്പം ഇത് നമ്മളറിയാതെ, അതുകൊണ്ടാണ് ഞാൻ ആ ഉദാഹരണം പറഞ്ഞത്. അമ്മയുടെ കാര്യത്തിൽ ഞാൻ അന്ന് ഭയങ്കരമായിട്ട് എന്നെ DYSP ആണ് വിളിച്ച് സംസാരിച്ചു, പുത്തൻകുരിശ്. ഞാൻ എന്തോ കാര്യത്തിന് വിളിച്ചാണ്. ഒരു ബൈക്ക് ഇവിടെ കിടക്കണ്ടെന്ന് പറഞ്ഞു. സാറേ എന്നിട്ട് രാത്രി മുഴുവൻ ഉറക്കില്ലായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, വാട്ട്, എന്തൊരു അമ്മയുടെ ഒന്നെന്ന് ചോദിച്ചു. ഇതാണ് ആദ്യം പറയുന്നത്. പക്ഷെ പിന്നീട് അറിയുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ എന്തൊക്കെ മാനസികം. ഒരു പെറ്റമ്മയല്ലേ. അപ്പം നമ്മൾ ആദ്യം ഒരു കൺക്ലൂഷനും വരരുത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയക്കകത്ത്